നമസ്കാരം. ഇന്ന് UGC നെറ്റ് 2026 ജനുവരിയിൽ ചോദിച്ച ഒരു ചോദ്യവും നോക്കാം. മീമാംസയിൽ നിന്നുമുള്ള ചോദ്യമാണ്. ശാലികാനാഥേന പ്രണീതോ ഗ്രന്ഥോ വർത്തതേ. ഓപ്ഷൻസ്: മാനമേയോദയഃ, പ്രകരണപഞ്ചിക, തത്വസംഗ്രഹഃ, ടുപ്ടീക. ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ശാലികാനാഥൻ എഴുതിയ ഗ്രന്ഥം ഏതാണ് എന്നതാണല്ലോ ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് പ്രകരണപഞ്ചിക എന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വെച്ചിട്ട് മീമാംസാ ശാസ്ത്രത്തെപ്പറ്റി ചെറുതായിട്ടൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ റെഫർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറാണ്. മീമാംസാ ശാസ്ത്രം. മീമാംസ മീൻസ് ഇൻക്വയറി, വിചാരഃ. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് വേദിക് റിലിജിയൻ by discussing the sacred ceremonies and the rewards arising from their performance. മീമാംസ എന്ന വാക്കിൻ്റെ അർത്ഥം വിചാരഃ എന്നാണ്. ഈ മീമാംസാ ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? വേദത്തിലെ പ്രാക്ടിക്കലായിട്ടുള്ള സൈഡിനെയാണ് ഇതിൽ പറയുന്നത്. അതായത് വേദങ്ങളിൽ പറയുന്ന ധാരാളം യജ്ഞങ്ങളുണ്ട്. അവയെ പറ്റിയിട്ടും ആ യാഗം ചെയ്താൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുമൊക്കെ പറയുന്ന വേദഭാഗമാണ് ഈ മീമാംസാ ശാസ്ത്രത്തിന് വിഷയമായിട്ടുള്ളത്. ഈ മീമാംസാ ശാസ്ത്രത്തിൽ ചെയ്യുന്നത് വേദാർത്ഥത്തെ വിചാരം ചെയ്യാണ്. വേദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിചാരം ചെയ്യാണ്. അപ്പോൾ ഇവിടെ വേദാർത്ഥത്തെ വിചാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളൊക്കെ മീമാംസാ ശാസ്ത്രത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് മറ്റ് ശാസ്ത്രങ്ങൾക്കും ഉപകാരപ്പെടുന്നതുമാണ്. ദിസ് സിസ്റ്റം കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത് ദ കർമ്മകാണ്ഡ, സംഹിത, ബ്രാഹ്മണ ആൻഡ് ആരണ്യക പോർഷൻസ് ഓഫ് ദ വേദാസ് ആൻഡ് ഹെൻസ് ഈസ് കോൾഡ് കർമ്മമീമാംസ ഓർ പൂർവമീമാംസ. അപ്പോൾ വേദങ്ങളുടെ അർത്ഥത്തെ വിചാരം ചെയ്യുകയാണ് മീമാംസാ ശാസ്ത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ട് പിന്നെ പറഞ്ഞു വേദങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഭാഗവുമായിട്ടാണ് ഈ മീമാംസാ ശാസ്ത്രത്തിന് കൂടുതൽ ബന്ധമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേദം ഉപദേശിക്കുന്നത് യജ്ഞം ചെയ്യാനാണ്, യാഗം ചെയ്യാനാണ് എന്നുള്ള രീതിയിലാണ് മീമാംസാ ശാസ്ത്രം വേദത്തെ സമീപിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് വേദത്തിൻ്റെ കർമ്മകാണ്ഡം ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മീമാംസാ ശാസ്ത്രം എന്ന് പറയാം. കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം ഈ ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതിനെയാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ വേദങ്ങൾ കർമ്മപ്രധാനമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് തന്നെ ഈ മീമാംസയെ കർമ്മമീമാംസ അല്ലെങ്കിൽ പൂർവമീമാംസ എന്നൊക്കെ പറയുന്നു. The Vedanta system, which is concerned with the Jnana-kanda, Upanishad portion of the Veda, is called Uttaramimamsa or Brahmamimamsa. വേദാന്ത സമ്പ്രദായം വേദത്തിൻ്റെ ജ്ഞാനകാണ്ഡത്തിനെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. വേദം അതായത് ഉപനിഷത്ത് ഭാഗത്തിനെയാണ് പ്രധാനമായിട്ട് വേദാന്ത സമ്പ്രദായം കാണുന്നത്. ആ രീതിയിലാണ് വേദത്തെ അവർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദാന്ത ശാസ്ത്രത്തിനെ ഉത്തരമീമാംസ അല്ലെങ്കിൽ ബ്രഹ്മമീമാംസ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം പൂർവമീമാംസയുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. ശാലികാനാഥൻ്റെ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പ്രകരണ പഞ്ചികയാണെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അത് പൂർവമീമാംസയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പൂർവമീമാംസയിൽ
പറയുന്നു, വേദം നിത്യമാണ് എന്നാണ് അവർ പറയുന്നത്. വേദം നിത്യമാണ്, ആരാലും ഉണ്ടാക്കപ്പെട്ടതല്ല, അത് നിത്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങളും നിത്യമാണ് എന്നാണ് അവർ പറയുന്നത്. ശബ്ദോ നിത്യഃ എന്ന് പൂർവമീമാംസയിൽ പറയുന്നു. ഔത്പത്തികസ്തു ശബ്ദസ്യ അർത്ഥേന സംബന്ധഃ ഔത്പത്തികഃ നിത്യഃ. അതായത് ഈ മീമാംസയിൽ പൂർവമീമാംസയിൽ പറയുന്നു, ശബ്ദവും അതിൻ്റെ അർത്ഥവും തമ്മിലുള്ള സംബന്ധവും നിത്യമാണ് എന്നവർ പറയുന്നു. അതുപോലെ മീമാംസയിൽ പറയുന്നു, കർമ്മങ്ങളുടെ ഫലം തരുന്നത് ഈശ്വരനല്ല, മറിച്ച് കർമ്മങ്ങൾ തന്നെയാണ് ഫലങ്ങൾ തരുന്നത് എന്നാണ് മീമാംസയിൽ പറയുന്നത്. ഇനി മീമാംസയിലെ ചില ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥകാരന്മാരെയും പരിചയപ്പെടാം. ജൈമിനിഹി, മീമാംസ സൂത്രത്തിൻ്റെ കർത്താവാണ് ജൈമിനി മഹർഷി. ഈ മീമാംസാ സൂത്രത്തിൽ 12 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ മീമാംസാ സൂത്രമാണ് ഈ മീമാംസാ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കരുതുന്നത്. AD 4-ാം നൂറ്റാണ്ടിന് മുൻപായിരിക്കണം ഈ ജൈമിനി മഹർഷിയുടെ കാലഘട്ടം എന്ന് പറയുന്നു. ഈ മീമാംസാ സൂത്രത്തിന് ഉപവർഷൻ അതുപോലെ ഭവദാസൻ ഈ 2 പേര് വൃത്തി എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ലഭ്യമല്ല. മഹാഭാഷ്യത്തിൽ കാശകൃത്സ്നി എന്നൊരു മീമാംസകനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും ഇപ്പോൾ ലഭ്യമല്ല. ഇനി അടുത്ത ആളാണ് ശബരസ്വാമി. കാലഘട്ടം 3rd സെഞ്ച്വറി AD ആണ്. ശബരസ്വാമി മീമാംസാ സൂത്രത്തിന് ഭാഷ്യമാണ് എഴുതിയിട്ടുള്ളത്. മീമാംസാ സൂത്ര ഭാഷ്യത്തിൻ്റെ കർത്താവാണ് ശബരസ്വാമി. ശബരസ്വാമിയുടെ ഭാഷ്യത്തിന് പ്രധാനപ്പെട്ട 3 ആചാര്യന്മാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുമാരിലഭട്ടഃ, പ്രഭാകരഃ, മുരാരിഹി. ഇവർ 3 പേരുമാണ് ശബരസ്വാമിയുടെ മീമാംസാ സൂത്രഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള പ്രധാന ആചാര്യന്മാരാണ്. കുമാരിലഭട്ടഃ, പ്രഭാകരഃ, മുരാരിഹി. കുമാരിലഭട്ടൻ മീമാംസയെ ബുദ്ധിസ്റ്റുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയും മീമാംസാ ശാസ്ത്രത്തിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ ഈ 3 പേര് പ്രധാനപ്പെട്ട ആചാര്യന്മാരാണ് കുമാരിലഭട്ടൻ, പ്രഭാകരൻ, മുരാരിഹി. ഇവർ 3 പേരും അവരുടേതായിട്ടുള്ള രീതിയിൽ ശബരസ്വാമിയുടെ മീമാംസാ സൂത്രഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയവരാണ്. Murari had no followers, but Kumarilaha and Prabhakaraha became the founders of 2 different schools. അപ്പോൾ മുരാരി ആരാണ്? ഈ ശബരസ്വാമിയുടെ ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയ ആളാണ്. അദ്ദേഹത്തിന് ഫോളോവേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കുമാരിലഭട്ടനും പ്രഭാകര ഗുരുവും 2 ഡിഫറെൻറ്റ് സ്കൂൾസ് മീമാംസയിൽ തന്നെ സ്ഥാപിച്ച ആളുകളാണ്. കുമാരിലഭട്ടൻ്റെ അനുയായികൾ അറിയപ്പെട്ടത് ഭാട്ടമതം എന്ന പേരിലാണ്. പ്രഭാകര ഗുരുവിൻ്റെ അനുയായികൾ ഗുരുമതത്തെ പിന്തുടർന്നു പോന്നു. അതായത് കുമാരിലഭട്ടനും പ്രഭാകരനും 2 ഡിഫറെൻറ്റ് സ്കൂൾസിൻ്റെ സ്ഥാപകരാവുക കൂടി ചെയ്തു. അപ്പോൾ കുമാരില മതം അനുസരിച്ച് പോരുന്നവർ ഒരു സ്കൂള്, പ്രഭാകര മതം അനുസരിച്ച് പോരുന്നത് മറ്റൊരു സ്കൂള്. അപ്പോൾ 2 മതങ്ങൾ, 2 വ്യത്യസ്ത മീമാംസയിൽ തന്നെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂളുകളുണ്ടായി.
ഒന്ന് ഭട്ടമതം, മറ്റേത് ഗുരുമതം. കുമാരില ഭട്ടൻ്റെ മതത്തെ അനുസരിച്ചു പോരുന്നവർ ഭാട്ടമതത്തിലും പ്രഭാകര ഗുരുവിൻ്റെ മതത്തെ അനുസരിച്ചു പോരുന്നവർ ഗുരുമതത്തിലും ഉൾപ്പെട്ടു. ബോത്ത് ഓഫ് ദം ബിലോങ് ടു ദ 7th century AD. AD 7-ാം നൂറ്റാണ്ടാണ് കുമാരില ഭട്ടൻ്റെയും പ്രഭാകര ഗുരുവിൻ്റെയും കാലഘട്ടമെന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ട്രഡീഷൻ, പ്രഭാകര വാസ് ദ ഡിസൈപ്പിൾ ഓഫ് കുമാരില and on account of his extraordinary intelligence, he was given the title Guruhu by Kumarila himself. ട്രഡീഷൻ പറയുന്നത് പ്രഭാകരൻ കുമാരില ഭട്ടൻ്റെ ഒരു ശിഷ്യനായിരുന്നു. പ്രഭാകരൻ്റെ ബുദ്ധിസാമർഥ്യം, അസാധാരണമായ ബുദ്ധിസാമർഥ്യം കണ്ടിട്ട് കുമാരില ഭട്ടൻ തന്നെ കൊടുത്ത പേരാണ് ഗുരുഹു എന്നുള്ള ആ ഒരു ടൈറ്റിൽ എന്ന് ട്രഡീഷൻ പറയുന്നു. കുമാരില ആക്സെപ്റ്റ് 6 പ്രമാണാസ്: പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ, അർത്ഥാപത്തി ആൻഡ് അനുപലബ്ധി. കുമാരില ഭട്ടൻ 6 പ്രമാണങ്ങളെയാണ് അംഗീകരിക്കുന്നത്. ഏതൊക്കെയാണ് 6 പ്രമാണങ്ങൾ? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ, അർത്ഥാപത്തി, അനുപലബ്ധി. വൈൽ പ്രഭാകര ആക്സെപ്റ്റ്സ് 5 ഓൺലി, ഒമിറ്റിംഗ് ദ ലാസ്റ്റ്. എന്നാൽ പ്രഭാകര ഗുരു 5 പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അനുപലബ്ധി എന്ന ഭാട്ടമതത്തിൽ അംഗീകരിക്കുന്ന അനുപലബ്ധി എന്ന പ്രമാണത്തെ പ്രഭാകര ഗുരു അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് പ്രഭാകര മതത്തിൽ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ? 5 എണ്ണമാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ, അർത്ഥാപത്തി. ഇവിടെ ഒരു ശ്ലോകം പറയുന്നു. ഈ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ ഓരോ മതങ്ങളിലും എത്ര പ്രമാണങ്ങളെയാണ് അംഗീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചാർവാകസ്താവദേകം ദ്വിതയമപി പുനർബൗദ്ധവൈശേഷികൗ ദ്വൗ ഭാസർവജ്ഞശ്ച സാഖ്യസ്ത്രിതയമുദയനാദ്യാചതുഷ്കം വദന്തി പ്രാഹുഃ പ്രാഭാകരാദ്യാഃ പഞ്ചകം വയമപി തേ ച വേദാന്തവിജ്ഞാഃ ഷഡ്കം പൗരാണികാസ്ത്വഷ്ടകമഭിദധിരേ സംഭവൈതിഹ്യയോഗാത്. ചാർവാകൻ ഒരു പ്രമാണത്തിനെയാണ് അംഗീകരിക്കുന്നത്, പ്രത്യക്ഷമെന്ന പ്രമാണത്തിനെ. ബൗദ്ധനും വൈശേഷികനും 2 പ്രമാണത്തെ അംഗീകരിക്കുന്നു, പ്രത്യക്ഷം, അനുമാനം എന്നിങ്ങനെ. ഭാസർവജ്ഞശ്ച സാഖ്യസ്ത്രിതയം, ഭാസർവജ്ഞനും സാഖ്യന്മാരും 3 പ്രമാണത്തെയാണ് അംഗീകരിക്കുന്നത്, പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. ഉദയനാദ്യാചതുഷ്കം, ഉദയനാചാര്യർ തുടങ്ങിയിട്ടുള്ളവർ 4 പ്രമാണത്തെ അംഗീകരിക്കുന്നു, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ. പ്രാഭാകരൻ, അതായത് പ്രഭാകരൻ മതത്തിൽ 5 പ്രമാണങ്ങളെ അംഗീകരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ, അർത്ഥാപത്തി. വേദാന്തവിജ്ഞാഃ ഷഡ്കം, വേദാന്തത്തിലും പൂർവമീമാംസയിലും 6 പ്രമാണങ്ങളെ അംഗീകരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ, അർത്ഥാപത്തി, അനുപലബ്ധി. പൗരാണികാഃ തു അഷ്ടകമഭിദധിരേ, പൗരാണികന്മാരാണെങ്കിൽ 8 പ്രമാണത്തെ അംഗീകരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ, അർത്ഥാപത്തി, അനുപലബ്ധി, സംഭവം, ഐതിഹ്യം എന്നിങ്ങനെ 8 പ്രമാണങ്ങളെ അംഗീകരിക്കുന്നു. അപ്പോൾ മീമാംസാ സൂത്രത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ജൈമിനി മഹർഷിയാണെന്ന് പറഞ്ഞു. ആ ജൈമിനി മഹർഷിയുടെ മീമാംസാ സൂത്രത്തിന് ഭാഷ്യം രചിച്ചു ആര്? ശബരസ്വാമി. അപ്പോൾ ആ ശാബരഭാഷ്യത്തിന് 3 പേര് വ്യാഖ്യാനം എഴുതി എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ആചാര്യന്മാർ: കുമാരില ഭട്ട, പ്രഭാകര, മുരാരിഹി. അപ്പോൾ അതിൽ കുമാരില ഭട്ടൻ്റെ ശാബരഭാഷ്യത്തിന് മുകളിലുള്ള വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. കുമാരില ഭട്ടൻ 3 പാർട്ടുകളായിട്ടാണ് ശാബരഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ആ 3 പാർട്ടുകളാണ് ശ്ലോകവാർത്തികം, തന്ത്രവാർത്തികം,
ടുപ്ടീക. ശ്ലോകവാർത്തികം, തന്ത്രവാർത്തികം, ടുപ്ടീക. ഇത് കുമാരലഭട്ടൻ ശാബരഭാഷ്യത്തിന് എഴുതിയ വ്യാഖ്യാനമാണ്. ഇനി പ്രഭാകര ഗുരുവിൻ്റെ വ്യാഖ്യാനമാണ് ബൃഹത്തിഹി എന്ന് പറയുന്നത്. ശാബരഭാഷ്യത്തിന് മുകളിൽ പ്രഭാകര ഗുരു എഴുതിയിട്ടുള്ള വ്യാഖ്യാനമാണ് ബൃഹത്തിഹി എന്നുള്ളത്. ഇനി മണ്ഡനമിശ്രൻ എന്ന് പറയുന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു, മീമാംസകൻ. മണ്ഡനമിശ്ര, ഹു വാസ് എ കണ്ടംപററി ഓഫ് കുമാരില, റോട്ട് 3 works: വിധിവിവേക, ഭാവനാവിവേക ആൻഡ് വിഭ്രമവിവേക. മണ്ഡനമിശ്രൻ എന്ന് പറയുന്ന ആചാര്യൻ കുമാരില ഭട്ടൻ്റെ അനുയായി, കണ്ടംപററി ആയിരുന്നു, അതായത് സമകാലീനനായിരുന്നു. അതായത് കുമാരില ഭട്ടൻ AD 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അതുപോലെ തന്നെ മണ്ഡനമിശ്രനും AD 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം 3 ഗ്രന്ഥങ്ങളാണ് മീമാംസയിൽ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണ് മണ്ഡനമിശ്രൻ എഴുതിയിട്ടുള്ളത്? വിധിവിവേക, ഭാവനാവിവേക, വിഭ്രമവിവേക എന്നുള്ള 3 കൃതികൾ എഴുതിയിട്ടുണ്ട് മണ്ഡനമിശ്രൻ. വാചസ്പതി മിശ്ര റോട്ട് ദ ന്യായകണിക, എ കമൻട്രി ഓൺ വിധിവിവേക. വാചസ്പതി മിശ്രൻ എന്ന് പറയുന്ന ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം മണ്ഡനമിശ്രൻ്റെ വിധിവിവേകത്തിന് ന്യായകണിക എന്നൊരു വ്യാഖ്യാനം രചിച്ചു. ഹി ഓൾസോ റോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് ട്രീറ്റീസ് കോൾഡ് തത്വബിന്ദു. വാചസ്പതി മിശ്രൻ ഒരു സ്വതന്ത്രമായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. അതാണ് തത്വബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ വാചസ്പതി മിശ്രൻ മണ്ഡനമിശ്രൻ്റെ ഭാവനാവിവേകത്തിനല്ല, വാചസ്പതി മിശ്രൻ മണ്ഡനമിശ്രൻ്റെ വിധിവിവേകത്തിന് ന്യായകണിക എന്ന വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മീമാംസയിൽ തന്നെ തത്വബിന്ദു എന്നുള്ളൊരു ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ആചാര്യനാണ് പാർത്ഥസാരഥി മിശ്രൻ. AD 12-ാം നൂറ്റാണ്ടാണ് പാർത്ഥസാരഥി മിശ്രൻ. അദ്ദേഹം ഒരു സമഗ്രമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് മീമാംസയിൽ. ഭാട്ട സ്കൂളിലാണ്, കുമാരല ഭട്ടൻ്റെ ആ ഒരു സ്കൂളിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ശാസ്ത്രദീപിക എന്ന ഗ്രന്ഥം. അപ്പോൾ പാർത്ഥസാരഥി മിശ്രൻ ഭാട്ട സ്കൂളിൽ എഴുതിയിട്ടുള്ള ഒരു മീമാംസ ഗ്രന്ഥമാണ് ശാസ്ത്രദീപിക എന്നുള്ളത്. He has also written another work called Nyayaratnamala, a work showing the difference between Bhatta and Prabhakara schools on important issues. അപ്പോൾ പാർത്ഥസാരഥി മിശ്രൻ ഭാട്ട സ്കൂളിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ശാസ്ത്രദീപിക എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം ന്യായരത്നമാല എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. അതിലെന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ, ഭാട്ട പക്ഷവും പ്രാഭാകര പക്ഷവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ന്യായരത്നമാലയിൽ പാർത്ഥസാരഥി മിശ്രൻ പറയുന്നത്. ഇനി അടുത്തൊരു ആചാര്യനാണ് മാധവ. 14th century AD ആണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് ന്യായമാലാ വിസ്തരഃ എന്നുള്ളത്. ന്യായമാലാ വിസ്തരഃ അതൊരു പ്രകരണ ഗ്രന്ഥമാണ്. ഇനി അടുത്ത ആചാര്യനാണ് വിശ്വേശ്വരൻ എന്ന ആചാര്യൻ ഭാട്ടചിന്താമണി എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് മീമാംസാ സൂത്രങ്ങൾക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള വ്യാഖ്യാനമാണ് ഭാട്ടചിന്താമണി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആചാര്യനാണ് ആപദേവഃ. അദ്ദേഹം 17th century AD ആണ് കാലഘട്ടം. ആപദേവൻ്റെ കൃതിയാണ് മീമാംസാ ന്യായപ്രകാശഃ. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രകരണ ഗ്രന്ഥമാണ് മീമാംസാ ശാസ്ത്രത്തിൽ. ഇനി കുമാരല ഭട്ടൻ്റെ ദർശനപക്ഷത്തിൽ ഭാട്ട സ്കൂളിൽ
ഉള്ള മറ്റൊരു ആചാര്യനാണ് ഖണ്ഡദേവ. അദ്ദേഹം 17-ാം നൂറ്റാണ്ട് AD 17-ാം നൂറ്റാണ്ടാണ് കാലഘട്ടം. ഖണ്ഡദേവൻ എഴുതിയിട്ടുള്ള 2 കൃതികളാണ് ഭാട്ടദീപിക, ഭാട്ടരഹസ്യം. മീമാംസ സമ്പ്രദായത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് ഖണ്ഡദേവൻ്റെ ഭാട്ടദീപികയും ഭാട്ടരഹസ്യവും. ഇനി ഭാട്ട സ്കൂളിലെ തന്നെ വേറെ 2 പ്രധാനപ്പെട്ട മറ്റ് 2-3 കൃതികളും കൂടി പറയുകയാണെങ്കിൽ അപ്പയ്യ ദീക്ഷിതരുടെ വിധിരസായനവും ഉപക്രമ പരാക്രമവും, ലൗകാക്ഷി ഭാസ്കരൻ്റെ അർത്ഥസംഗ്രഹം. അപ്പം ഇത്രയും ഭാട്ട സമ്പ്രദായത്തിലെ കൃതികളെയാണ് ഇപ്പോൾ പറഞ്ഞത്. കുമാരല ഭട്ടൻ്റെ സമ്പ്രദായത്തിലെ കൃതികളെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പ്രഭാകര ഗുരുവിൻ്റെ സമ്പ്രദായത്തിലുള്ള കൃതികളെ ഒന്ന് നോക്കാം. പ്രഭാകര ഗുരുവിൻ്റെ കാലഘട്ടം AD 7-ാം നൂറ്റാണ്ടാണ്. അദ്ദേഹം ശാബരഭാഷ്യത്തിന് എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ബൃഹതിഹി എന്നുള്ളത്. ബൃഹതി വാസ് കമൻറ്റഡ് ബൈ ശാലികാനാഥ ഓഫ് ദ 8th century AD ഇൻ ഹിസ് ഋജുവിമല. ശാലികാനാഥൻ എന്ന് പറയുന്ന ആചാര്യൻ AD 8-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആചാര്യനാണ്. അദ്ദേഹം ഈ ബൃഹതിക്ക് വ്യാഖ്യാനം എഴുതി തൻ്റെ ഋജുവിമല എന്ന കൃതി. ശാലികാനാഥ ഹാസ് ഓൾസോ റിട്ടൺ എ പോപ്പുലർ മാനുവൽ ഓൺ പ്രാഭാകര സ്കൂൾ കോൾഡ് പ്രകരണ പഞ്ചിക. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രകരണ ഗ്രന്ഥവും ശാലികാനാഥൻ എഴുതിയിട്ടുണ്ട് പ്രാഭാകര സ്കൂളിൽ. എന്താണ് അതിൻ്റെ പേര്? പ്രകരണ പഞ്ചിക എന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ശാലികാനാഥൻ എഴുതിയ കൃതി ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ടായത് പ്രകരണ പഞ്ചിക എന്ന ഗ്രന്ഥമാണ്. ദ നയവിവേക ഓഫ് അടുത്തൊരു ആചാര്യനെ പറയാണ്. ദ നയവിവേക ഓഫ് ഭവനാഥ ഓഫ് ദ 12th century AD എക്സ്പ്ലെയിൻസ് ദ വാരിയസ് സെക്ഷൻസ് ഇൻ ദ മീമാംസ സൂത്രാസ് ഇൻ ദ ലൈറ്റ് ഓഫ് പ്രഭാകരാസ് വ്യൂസ്. ഭവനാഥൻ്റെ നയവിവേകം എന്നൊരു ഗ്രന്ഥം. ഭവനാഥൻ്റെ കാലഘട്ടം AD 12-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ ഇതിൽ പ്രാഭാകര മതമനുസരിച്ച് മീമാംസ സൂത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റി വിശദീകരിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ശാലികാനാഥേന പ്രണീതോ ഗ്രന്ഥോ വർത്തത്തെ എന്ന് ചോദിച്ചിരിക്കുന്നു. 4 ഓപ്ഷനുകൾ: മാനമേയോദയ, പ്രകരണ പഞ്ചിക, തത്വസംഗ്രഹ, ടുപ്ടീക. അപ്പോൾ ഇതിൽ ടുപ്ടീക എന്നുള്ളത് കുമാരല ഭട്ടൻ എഴുതിയിട്ടുള്ള വാർത്തികമാണ്, വ്യാഖ്യാനമാണ്. എന്തിന്? ശബരസ്വാമിയുടെ മീമാംസാ സൂത്രഭാഷ്യത്തിന് എന്ന് പറഞ്ഞു. പിന്നെ മാനമേയോദയം എന്നുള്ളത് മെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഗ്രന്ഥമാണ്. പിന്നെ 2 ഓപ്ഷനുകൾ പ്രകരണ പഞ്ചിക, തത്വസംഗ്രഹ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രകരണ പഞ്ചിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. നമസ്കാരം.